നമസ്തേ. എന്തോന്നാണ് എന്റെ പോലീസ് ഏമാന്മാരെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ മുന്നിൽ പിന്നാമ്പുറവും കാണിച്ചു നിൽക്കുന്നു, അതും 18-ാം പടിയിൽ. നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഈ ശബരിമലയിലെ 18-ാം പടിയുടെ പവിത്രത എത്രത്തോളമാണ് എന്നറിയാമോ? എത്രത്തോളം ദിവ്യമായ 18 പടികളിലാണ് നിങ്ങൾ ഫോട്ടോ എടുപ്പിനായി അയ്യനെ തിരിഞ്ഞു നിന്ന് ഓരോ പടികളിലും ഇളിച്ചു നിന്ന് പോസ് ചെയ്യുന്നത്. കഷ്ടം. ഇരുമുടി കെട്ടേണ്ടാതെ വരുന്ന ഒരു ഭക്തൻ പോലും ആ 18 പടികൾ ചവിട്ടാറില്ല എന്നോർക്കണം. അങ്ങനെ ഇരുമുടി കെട്ടേണ്ടാതെ വരുന്നവർ അപ്പുറത്തെ വശത്തു കൂടി പോയാണ് അയ്യനെ ദർശിക്കുന്നത്. അത്രയ്ക്ക് പരമപവിത്രമായ 18-ാം പടി പിണറായി സഖാവിന്റെ കുട്ടി പോലീസ് സഖാക്കന്മാർ വളരെ ദിവ്യതയോടെ കണ്ടതിന്റെ ഉദാഹരണമാണ് ഇത്. പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് ഭരണത്തിന്റെ കൊണവധികാരമാണ് നിങ്ങൾ കണ്ടത് എന്ന് തന്നെ പറയണം. കഷ്ടം. അതിന് നമ്മുടെ മുഖ്യധാരാ പത്രത്തിൽ വന്ന ക്യാപ്ഷൻ നിങ്ങളൊന്ന് നോക്കണേ. ശബരിമല 18-ാം പടിയിൽ ജോലി ചെയ്ത പോലീസ് അയ്യപ്പന്മാർ ഫോട്ടോ എടുക്കാൻ പടിയിൽ നിരന്നപ്പോൾ എന്ന്. കൊള്ളാം. നിങ്ങൾക്കൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ആ 18 പടികൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എത്രത്തോളം പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതാണ് ആ 18 പടികൾ. ശബരിമല ശാസ്താവിനോളം തന്നെ പ്രാധാന്യമുള്ള 18-ാം പടിയെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരെണ്ണമെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ദേ ഇങ്ങനെ ഒരു ഫോട്ടോ ആ പത്രത്തിൽ അച്ചടിച്ചു വരാൻ അവർ ആ ഫോട്ടോഗ്രാഫർക്ക് നിന്നു കൊടുക്കില്ലായിരുന്നു. ഇരുമുടി കെട്ടേന്തി വ്രതനിഷ്ഠയോടുകൂടി എത്തുന്ന ഭക്തർ സത്യധർമ്മങ്ങളുടെ 18 ഏടുകൾ താണ്ടിയാണ് അയ്യന്റെ തിരുമുൻപിലേക്ക് എത്തുന്നത്. അതിലെ ഒരു പടിയിലെങ്കിലും തൊട്ടു തൊഴാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത്രയും ഭാഗ്യം എന്ന് കരുതുന്ന ഭക്തർക്ക് മുന്നിലാണ് പിണറായി ഏമാന്റെ പോലീസ് പിള്ളേർ ഫോട്ടോ പിടിക്കാൻ നിരന്ന് നിന്ന് ആചാര ലംഘനം നടത്തിയിരിക്കുന്നത്. അതേപോലെ പണ്ട് പടി തിരിച്ചിറങ്ങാൻ അവസരം ഉണ്ടായിരുന്ന കാലത്ത് ഓരോ ഭക്തനും പുറം തിരിഞ്ഞ് അയ്യപ്പ സ്വാമിക്ക് അഭിമുഖമായാണ് ആ പുണ്യപടികൾ ഇറങ്ങിയിരുന്നത്. എന്തിന്? തന്ത്രിയും മേൽശാന്തിമാര് പോലും പുറം തിരിഞ്ഞാണ് ഇന്നും അവിടെ ഇറങ്ങുന്നത്. അവിടെയാണ് ഇവരുടെ ഈ പേക്കൂത്തൊന്നോർക്കണം. മാത്രമല്ല, പണ്ടൊക്കെ ശബരിമലയിൽ എത്തുന്ന ഓരോ പോലീസുകാരും കൃത്യമായി വ്രതമൊക്കെ എടുത്ത് ചന്ദനക്കുറിയും കറുത്ത തോർത്തുമുണ്ടും ഒക്കെ ഇട്ട് പോലീസ് അയ്യപ്പന്മാരായി തന്നെയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിവർ വ്രതമെടുത്താണോ ഈ ഡ്യൂട്ടിക്ക് മല കയറുന്നത്? അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് ആചാരങ്ങളെ ഹനിക്കൽ തന്നെയാണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരാളുടെ നെറ്റിയിലെങ്കിലും ഒരു ചന്ദനക്കുറിയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് ഭരണത്തിന്റെ കൊണവധികാരം. ഇത് കടുത്ത ആചാര ലംഘനം തന്നെയാണ് ഈ പോലീസുകാർ ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ ഫോട്ടോഗ്രാഫറുടെ അറിവില്ലായ്മ കൂടി. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന പിണറായി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും ആചാര ലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ എത്രയും വേഗം എടുക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ ആവശ്യപ്പെട്ടു. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയിലെ കഴിഞ്ഞ ദിവസം ശ്രീധർമ്മശാസ്താവിൻ്റെ ഭക്തജനകോടികൾ തൊട്ടുവണങ്ങുന്ന ഭഗവാന്റെ ശ്രീകോവിലിനോളം പ്രാധാന്യമുള്ള ഭഗവാന്റെ പൊന്നു 18-ാം പടി കേരള പോലീസിലെ ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ഫോട്ടോ എടുപ്പിന് വേണ്ടിയിട്ട് ആ പുണ്യസങ്കേതം വാസ്തവത്തിൽ എത്ര നിരുത്തരവാദപരമായി ഹിന്ദു സമൂഹത്തോടുള്ള അവഹേളനാപരമായ നടപടിയാണ് ഭഗവാന് മൂട് തിരിഞ്ഞു നിന്നുകൊണ്ട് അവർ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി പോസ് ചെയ്ത അതിദാരുണമായ ഒരു സംഭവം ശബരിമലയിൽ അരങ്ങേറി. മാതൃഭൂമി അടക്കമുള്ള ദേശീയ ദിനപത്രങ്ങൾ ചിത്രം സഹിതം അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു കാലത്ത് വ്രതധാരികളായ അയ്യപ്പ ഭക്തന്മാർ ഓപ്ഷൻ ചോദിച്ച സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്തിരുന്നു എങ്കിൽ ആ സമയത്ത് അവർ ബെൽറ്റ് ധരിക്കുകയോ ഷൂസ് ധരിക്കുകയോ അതൊന്നും ചെയ്യാതെ വളരെ സേവന നിരതരായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി
വിശ്വാസികളല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സന്നിധാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് ഈ പുണ്യ പ്രദേശത്തെ പൊന്നു 18-ാം പടിയെ മലീമസമാക്കിയിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിരന്തരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശബരിമലയിലെ ഓരോ സംഭവ വികാസങ്ങളോടും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനമാണ് അവിടെ ദൃശ്യമാകാൻ സാധിക്കുന്നത്. ഇതിൽ അതിശക്തമായ പ്രതിഷേധം വിശ്വ ഹിന്ദു പരിഷത്ത് രേഖപ്പെടുത്തുകയാണ്. ഈ വാർത്തകൾ വന്നിട്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിൽ നടപടിയെടുക്കുവാൻ കേരള പോലീസോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ ഈ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ കേരള പോലീസ് മേധാവിയോ ആരും തന്നെ യാതൊരു നടപടിയെടുത്തില്ല. ദേവസ്വം ബോർഡിന് യാതൊരു സങ്കടവുമില്ല, യാതൊരു വിഷയവുമില്ല. അപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പണം മാത്രം മതി. കാരണം ശബരിമലയിൽ മറ്റെന്ത് സംഭവിച്ചാലും യാതൊരു വിധമായ പ്രശ്നങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിന്, അവരുടെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുകയാണ്. ഇതിൽ അതിശക്തമായ പ്രതിഷേധം വിശ്വ ഹിന്ദു പരിഷത്ത് രേഖപ്പെടുത്തുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങൾ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇതിനെതിരെ അതിശക്തമായ നിയമ നടപടികളുമായി വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് പോവും. ഇത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്. നിരുത്തരവാദപരമായ പോലീസിനെ വാസ്തവത്തിൽ അവർക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണോ, അതോ അഴിഞ്ഞാടാനുള്ള പ്രദേശമാണോ ഭഗവാന്റെ തിരുമുറ്റവും പൊന്നു 18-ാം പടിയും സോപാനവും ഒക്കെ പോലീസ് സേവന്മാർക്ക് അഴിഞ്ഞാടാനുള്ള കേന്ദ്രമാണോ എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം നടപടികൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുകയും ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പ്രത്യേക ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ജില്ലാ ജഡ്ജിയുടെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയം കേരള ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്യണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം ഇതിൽ അറിയാൻ ഭക്തജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി വാസ്തവത്തിൽ ഇത്രത്തോളം ലാഘവത്തോടെ ശബരിമലയെ കാണുന്നു എങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നുകൂടി ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശബരിമലയോട് തികഞ്ഞ അവഗണനയും അധിക്ഷേപവുമാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും എന്നത് അവിതർക്കിതമായ സംഗതിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഉദ്യോഗസ്ഥന്മാരെ തൽസ്ഥാനത്ത് നിന്നും അവരെ സസ്പെൻഡ് ചെയ്യണം എന്നുകൂടി വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരു അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. സ്വാമി ശരണം, സ്വാമി ശരണം.